നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സെനാരിയോയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അതേപോലെ തന്നെ ഇൻഫോർമേഷൻസ് വളരെയധികം ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാവർക്കും ഈസിലി ആക്സസിബിൾ ആണ്. നമ്മളൊരു 10 വർഷം മുന്നേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു യൂത്തിന് ഇതിനോടുള്ള എക്സ്പോഷർ വളരെ കുറവായിരുന്നു. ഇപ്പോഴത്തെ സെനാരിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കൺട്രീസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ എല്ലാ കൺട്രീസിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടും അവിടെ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും വളരെ ഈസി ആയിട്ടും അറിയാനുള്ള സോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയും ആർക്കും ഇപ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല. സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടുതലാണ്, അത് അസിസ്റ്റ് ചെയ്യാനുള്ള ആളുകളും കൂടുതലാണ്. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് അല്ല ഇപ്പോഴും നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതായത് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആവുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റിയൽ ലൈഫ് സെറ്റിങ്ങിൽ ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ട എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നാട്ടിൽ പഠിച്ച ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു salary is very low compared to what a student is receiving in other countries. അതുകൊണ്ട് തന്നെ അവരത് ചൂസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്.